ചവിട്ടിക്കോ. ഞങ്ങൾക്കുള്ള സൈക്കിൾ എത്തിയിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, ഞങ്ങളിപ്പോൾ ഒരു ട്രിപ്പ് പോവുകയാണ്. കൊടൈക്കനാലിലേക്കുള്ളൊരു ട്രിപ്പാണ്. അപ്പോൾ ഞങ്ങളുടെ ഒപ്പം കുറച്ച് ടീമുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഒപ്പമുള്ള ടീം. ഞങ്ങൾ പോണത്, ഇത് എൻ്റെ ബൈക്ക് മോജോ, ഒരു പരാക്കുണ്ട്, ജാവേഡ, അതേപോലെ 42. ഇത് ക്ലാസിക് അല്ലേ? ക്ലാസിക് 42. ഇത് 42. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒപ്പമുള്ള ടീം. പേരെന്താ? ഒന്ന് മാസ്ക് ഒന്ന്. ഇത് അക്ഷയ്. ഇനി കഴിഞ്ഞ ട്രിപ്പിൽ പരിചയപ്പെട്ടതാ ജെസി. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും യങ് ചേട്ടാ. ആക്ച്വലി ഇത് വയസ്സ് എത്ര? 59 വയസ്സുള്ള ആളാണ്. പൂപ്പാറ ആ ഒരു അത് കഴിഞ്ഞല്ലേ? 5-6 കിലോമീറ്റർ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പോകുമ്പോൾ രസകരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കാം. പക്ഷേ മഴ ആയതുകൊണ്ട് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയില്ല. ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല കോട ഒക്കെ നിറഞ്ഞിരിക്കുക. നല്ല സ്പോട്ടാണിത്. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ആക്ച്വലി ഞങ്ങൾ 5 മണിയായപ്പോൾ പെരുമ്പാവൂർന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ ഇപ്പോഴാണ് വീഡിയോ എടുക്കാൻ പറ്റിയത്. കാരണം എത്ര നേരം നല്ല മഴയായിരുന്നു. മഴ ആയതുകൊണ്ട് പിന്നെ വീഡിയോ എടുത്തിട്ടും കാര്യമില്ല, ക്ലിയർ ആവില്ല. ഇപ്പോൾ ഒന്ന് മഴയൊക്കെ ഒന്ന് തുറന്ന് ഇപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് ഞങ്ങൾ ഇപ്പോൾ റൈഡ് ചെയ്യാണ്. എക്സോസ്റ്റ് ഉണ്ട്. ഒന്ന് നോക്കിയേ, എന്ത് ബ്യൂട്ടിയാ. ശരിക്കും മലേനെ എൻഡ് കാണാൻ പറ്റില്ല, അതേപോലെയാണ് ഫോഗ് നിറഞ്ഞിരിക്കണത്. ഇത് ആ ഭാഗം കംപ്ലീറ്റ് ഫോഗാണ്. അതിങ്ങോട്ട് കയറി തന്നെയാണ് ഈ മലയിലേക്ക്. ഞങ്ങളിത് ആ കാണുന്ന മലയുടെ മേളിൽ നിന്നാണ് ഞങ്ങൾ വന്നത്. ഇപ്പോൾ താഴ്ചയ്ക്ക് ഇനി ഇറങ്ങി ഇവിടം വരെ എത്തി. തേനിക്കിനി 27 കിലോമീറ്റർ. വാവ്.
ഗൈസ് ഞങ്ങളങ്ങനെ തമിഴ്നാട് തേനിയുടെ അടുത്തായിട്ടൊരു സ്ഥലത്ത് എത്തിയതാണ്. ഇവിടുത്തെ കാഴ്ച ഒന്ന് കാണിച്ചു തരാം. ഇതാ കാണുന്ന കണ്ട മൊത്തം തെങ്ങാണ്. ആ ഒരു ഏരിയ കംപ്ലീറ്റ് തെങ്ങ്. ഇതങ്ങോട്ട് നോക്കും മല, കോട. നല്ല അടിപൊളി സ്പോട്ടാണ് ഇത്. ഇത് അവിടെ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുക. ഞങ്ങൾക്ക് അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ ഭയങ്കര മഴയും ഒക്കെ ആയതുകൊണ്ട് മൊത്തം നനഞ്ഞ്. ഇപ്പോൾ അത് ഇവിടെ എത്തിയപ്പോൾ നല്ല വെയിലും അതേപോലെ എന്താ പറയുക നല്ല അടിപൊളി ക്ലൈമറ്റാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒക്കെ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞത്. ആ കാണുന്നതൊക്കെ തമിഴ്നാടിൻ്റെ ഏതോ ഒരു ഭാഗങ്ങളൊക്കെ, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അത് ഏതാ സ്ഥലമെന്ന്. ഗൈസ് ഞങ്ങളങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങളിപ്പോൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. വീണ്ടും ഞങ്ങൾ താഴത്തേക്ക് പോവുകയാണ്. നമ്മൾ ശരിക്കും എവിടെ നിന്നാണ് വന്നത്? ഈ ഒരു മലയുടെ അപ്പുറത്തൊരു മല ഉണ്ടോ? ആ മലയുടെ മേളിൽ കൂടിയാണല്ലോ ഇറങ്ങി ചുരം ഇങ്ങനെ ഇറങ്ങി ഈ മലയിലോട്ട് വന്ന് ചുരം ഇങ്ങനെ ഇറങ്ങി വന്നു ഇവിടെ എത്തി. ഇനി ഞങ്ങൾ നേരെ താഴത്തേക്കാണ് ഇനി പോണത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. ഞങ്ങളിത് ആ വഴിയൊക്കെ ഇറങ്ങി താഴത്തേക്ക് ഇനി പോകണം. ഞങ്ങളങ്ങനെ ഒരു തമിഴ്നാട് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തിയേക്കാണ്. കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോഴാണ് തമിഴ്നാട് ആ ഒരു വീടും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത്. ഇത്ര നേരം ഹൈ റേഞ്ച് ആയിരുന്നു. തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഭൂപ്രകൃതി ഒരു വേറെ ലെവൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ആ മലയുടെ മേളിൽ നിന്നപ്പോൾ കണ്ട ആ ഇതാണ് തെങ്ങും തോപ്പൊക്കെയാണ് ഈ കാണുന്നത്. ഞങ്ങളിപ്പോൾ ബോഡിമേട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഇപ്പോൾ വന്നേക്കണത്. അവിടെ വന്നപ്പോൾ ഇതേ ഇവിടെ ഒരു പോസ്റ്റർ ഉണ്ട് നമ്മുടെ ആ മുല്ലപ്പെരിയാറിൻ്റെ. തമിഴായതുകൊണ്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അത് ആരാണ് ആ ജയ് വിളിക്കണേ എന്നും അറിയില്ല. തമിഴിലാണ് എഴുതിയേക്കണത്. മുല്ലപ്പെരിയാറാന്ന് മനസ്സിലായി. ഇവിടെയും അതിൻ്റെ എന്തോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. മധുരയിലേക്ക് 93 കിലോമീറ്റർ, തേനി 16 കിലോമീറ്റർ. നല്ല സ്ട്രെയിറ്റ് റോഡ്, ഓപ്പൺ ഹൈവേ ഉണ്ടോ, ഒട്ടും തിരക്കില്ല. നല്ലൊരു സ്പോട്ട് എത്തിയപ്പോൾ വണ്ടി ഒന്ന് നിർത്തിയതാണ്. ഇത് അവിടെ നല്ലൊരു വ്യൂ ഉണ്ട്. ഇവിടെ അതെ ആ വണ്ടിയിൽ മഞ്ചുളാർ ഡാം എന്ന് പറഞ്ഞ ഒരു ഡാമാണ്. ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. നമുക്ക് അതൊന്ന് കാണാം. ഇവിടെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്. ഗൈസ് അത് കണ്ട അവിടെ നേരെ വാട്ടർഫോളാണ്. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇതാ കാണുന്നത് ഡാമാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ട് അത് കാണാൻ പറ്റൂല അല്ലേ? അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റുമോ? മഞ്ചള ഡാം. ഇതിന്റെ പേര് മറന്നുപോയി. എന്ത് വാട്ടർഫോൾ? തലയാർ വാട്ടർഫോൾ. തലയാർ എന്നാണ് പേര്. അതിന്റെ ഡാമാണ് താഴെ. ആ കാണുന്നതാണ് മഞ്ചള ഡാം.
ഞങ്ങളങ്ങനെ കൊടൈക്കനാൽ ഹൈ റേഞ്ച് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് മഴ വന്നുകൊണ്ട് പിന്നെ ഞങ്ങൾ വണ്ടി നിർത്തി, പിന്നെ റെയിൻകോട്ടൊക്കെ ഇട്ട് പിന്നെ ഞങ്ങൾ പോകുന്നതായിരുന്നു. പിന്നെ അതൊന്നും ഷൂട്ട് ചെയ്യാൻ ഇരുന്നതെന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത മഴ ആയതുകൊണ്ട് പിന്നെ ഷൂട്ട് ചെയ്തില്ല. പിന്നെ ഞങ്ങൾ ഹൈ റേഞ്ച് കയറിയപ്പോഴത്തേക്കും മഴയൊക്കെ കുറഞ്ഞ് അങ്ങനെ പോകുമ്പോഴാണ് ഒരു സ്പോട്ട് കണ്ട് അങ്ങനെ നിർത്തിയത്. ഇപ്പം ഞങ്ങൾ വീണ്ടും കൊടൈക്കനാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുള്ള കാഴ്ച ഉണ്ടോ ഇതിൽ കൂടി പോകുമ്പോൾ. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയ കൊക്കയാണ് അത്. ഒരു രക്ഷയില്ല കേട്ടോ. നല്ല രീതിയിൽ ഫോഗ് വന്നു തുടങ്ങി. ഇപ്പം സമയം 4 മണിയായിട്ടുള്ളൂ, പക്ഷെ റോഡിലേക്ക് ഫോഗ് കയറുകയാണ്. ഇതുണ്ട റോഡിലേക്ക് ഇങ്ങോട്ട് ഫോഗ് കയറേ. അതേപോലെ നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല അടിപൊളി ക്ലൈമറ്റാ. കുഴപ്പമില്ല, പോയിക്കൊള്ളാൻ പറഞ്ഞ്. ഒരു അടിപൊളി വാട്ടർഫോള്. അവരെന്താ പറഞ്ഞത്? വാക്സിൻ്റെ ഇതാണല്ലേ. വേറെ സീനൊന്നുമില്ലല്ലോ. നല്ല അടിപൊളി വാട്ടർഫോള്. മൈ ഗോഡ്, ഫ്രണ്ടിൽ പോകുന്നതിൻ്റെ ബാക്കിലെ ലൈറ്റ് കണ്ടാണ് ടെയിൽ ലൈറ്റ് കണ്ടാണ് ഞാനിപ്പോൾ വണ്ടി ഓടിക്കണത് തന്നെ. ഓപ്പോസിറ്റിൽ നിന്ന് വണ്ടി ഹെഡ്ലൈറ്റ് കാണുമ്പോഴാണ് വണ്ടി വരുന്നുണ്ടെന്ന് തന്നെ മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. അതേപോലെയാണ് കോട. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല, അമ്മാതിരി കോട. റൈഡിങ് ജാക്കറ്റ് ഇട്ടിട്ട് തന്നെ ഉള്ളൊക്കെ തണുക്കണം. ഇപ്പോൾ കൊടൈക്കനാലെത്തി. ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയൊരു ലേക്കാണ്. ഇത് മൊത്തം ഫോഗാണ്, കാണാനേ പറ്റില്ല. സംഭവം അടിപൊളിയാണ്. നമുക്ക് ബോട്ടിങ്ങിന് പോയാലോ? അടിപൊളിയാണല്ലേ. നമ്മുടെ ഈ ചേട്ടൻ പറഞ്ഞു ബോട്ടിങ്ങിന് പോണോന്ന്. നമുക്കൊന്ന് പോയാലോ? ഇതിലും കൂടെ അടിപൊളിയായിരിക്കും. പിന്നെ വേറെ കാര്യമുള്ളത് എന്താണെന്നറിയോ? നമുക്കുള്ള പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ കോക്കേസ് വാക്കിൽ പോയി നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ താഴത്തേക്കാണ് കോക്കേസ് വാക്ക്. അത് ഒരു 3/4 കിലോമീറ്റർ താഴെയുള്ളൂ പോയി തിരിച്ചു വരാനായിട്ട്. അവിടെ നിന്ന് കാഴ്ച കാണണമെങ്കിൽ ഈ സമയത്ത് പോകണം. അപ്പൊ ഇപ്പൊ എന്താ ചെയ്യണ്ടേ? പിന്നെ രാത്രി ഇവിടെ എത്ര മണിവരുണ്ടെന്ന് അറിയണം. ഇപ്പൊ എന്താ പ്ലാനിങ്? നമ്മളിപ്പോ ആദ്യം ചെക്ക് ഇൻ ചെയ്യാം. ചെക്ക് ഇൻ ചെയ്തിട്ട് നേരെ കോക്കേസ് വാക്കിൽ നടക്കാം. നടന്നിട്ട് നേരെ ഇവിടെ വരാം, ലേക്കിൽ വരാം. ഇപ്പൊ ഇവര് പറഞ്ഞേ ഇപ്പൊ പില്ലർ റോക്ക് പോയി കാണാൻ പോയി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതായിരിക്കും 9 മണിക്ക് പോയാൽ കാലം 9 മണിക്ക് കാണാം. ഇവരോട് മാത്രമല്ല അവിടെ ചെക്ക് ചെയ്യാം. അവരുടെ ചോക്കാം. എന്നാ പോ. ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോണ റൂമിലേക്കുള്ള വഴിയാണ് കേട്ടോ ഇത്. ഗൈസ്, ഞങ്ങളിത് എവിടെയാണ് ഇന്നത്തെ ഞങ്ങളുടെ സ്റ്റേ. ഫുൾ കോട എന്ന് പറഞ്ഞാൽ പോരാ, ഫുൾ കോട. ഒരു രക്ഷയില്ല, അമ്മാതിരി വ്യൂ ആണ് ഇവിടുത്തെ. ഒറിജിനൽ ലൈസൻസ് ഉണ്ട് ഇവിടെ. എല്ലാവരും ID പ്രൂഫ് ഒറിജിനൽ കൊടുക്കണം. ഇതിൻ്റെ പേര് യൂത്ത് ഹോസ്റ്റൽ എന്നാണ്. നല്ല അടിപൊളി ഒരു സ്പോട്ടാണ് ഇത്.
ഇവിടെ ഫുൾ കോടയാണ്, കംപ്ലീറ്റ് കോടയാണ്. ഞങ്ങളിത് അതിൻ്റെ മേളിൽ നിന്നാണ് വന്നത്. ഇതിങ്ങനെ നടക്കുക. ഞങ്ങൾക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങളുടെ റൂമൊക്കെ. ഇതിൻ്റെ അടിയിലൊക്കെ നല്ല വ്യൂ ആണ്, പക്ഷേ കോട ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല. കയറി വരുമ്പോൾ തന്നെ അതെ ഇവിടെ ഇരിക്കാനുള്ള സിറ്റിയും കാര്യങ്ങളാണ്. ഇതേ ഇവിടെ ഒരു ബെഡ്, ഇവിടെ നമുക്ക് ഡ്രസ്സൊക്കെ ഇടാനുള്ള വാർഡ്രോബും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ബാത്റൂം, ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ വലിയൊരു ബെഡ്. വാവ്, ഇതാണ് ബാൽക്കണി. ഇതാണ് ഗൈസ്, ഞങ്ങളങ്ങനെ വീണ്ടും ഞങ്ങൾ ലഗേജൊക്കെ ഇവിടെ റൂമിൽ സെറ്റ് ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ ലേക്കിലേക്ക് പോവുകയാണ്. അല്ല, ഫസ്റ്റ് അങ്ങോട്ടല്ലേ? ലേക്ക് മാത്രമേ ഇന്ന് പറ്റുള്ളൂ. നമുക്ക് എന്തായാലും ഒന്ന് അവിടെ പോവാം. നമ്മളിപ്പോ ലേക്കിന്റെ മറുവശത്തേക്കാണ് പോകുന്നത്. സവാരി എന്നാ ഇത് റേറ്റ്? 200 எவ்வளோ தூரம் போதோ அது பைசா சார் மேலே நீங்கள் கொண்டு 200-300 ആണ് ദൂരം അനുസരിച്ച് റേറ്റ്. ഗൈസ്, ഞങ്ങളിവിടെ വന്നപ്പോൾ ക്ലോസ് ആയി. ഞങ്ങൾക്കിപ്പോൾ ബോട്ടിങ് നടത്താൻ പറ്റില്ല. ഇനിയിപ്പോൾ നാളെ കാലത്തേ പറ്റുള്ളൂ. അപ്പോൾ അതെ ഞങ്ങളിവിടെ ചൂടൻ കപ്പലണ്ടി കഴിക്കാൻ പോയി. ഇതെന്തുവാ? സൈക്കിൾ എടുത്താലോ? ഒരാൾക്ക് പോലും കിട്ടോ? അവൻ നടക്കാം. ഞങ്ങളിപ്പോൾ സൈക്കിള് ചവിട്ടാൻ പോവാണ്. സൈക്കിള് ഒരു ഡബിളിന് 100 രൂപയും സിംഗിളിന് 50 രൂപയാണ്. ഞങ്ങൾ വില പേശി 2 സിംഗിളും രണ്ട് ഡബിൾ ഒരു സിംഗിളും കൂടി 200 രൂപ കിട്ടി. നമുക്ക് ഡബിൾ അടിച്ചാലോ? ആ, അമ്പോ ആരൊക്കെ ഇത് പൊളിക്കാൻ പോണേ. എന്താ ഇന്ന് സൈക്കിളോട്ട് ഞങ്ങൾ മരിക്കും. ഹെൽമെറ്റ് പൊളിച്ച്. ആ, ചവിട്ടിക്കോ. ആ, ഞങ്ങൾക്കുള്ള സൈക്കിൾ എത്തിയിട്ടുണ്ട്. ചവിട്ടിക്കൊള്ളാം. റൂട്ട് ഷൂട്ടിംഗ് കേസ് ഇതാണ്ട. ഓക്കെ ഇല്ല, അത് സ്റ്റാർട്ടിങ് മാത്രമേ. ഇല്ല സമയം നോക്കിയാ സൈക്കിൾ ചേട്ടൻ്റെ ഇല്ല കേട്ടോ ബാലൻസ്. ആ, ഓ അതെ. പക്ഷെ ഞാൻ ചവിട്ടുന്ന സൈക്കിൾ അല്ലത്. ചവിട്ടിക്കോളാ. ചവിട്ടിക്കോളാ, വണ്ടി തോടുങ്കേ തോടുങ്കേ ഹം മകൾ സാധന. വായിക്കറിയില്ല. അവർക്കറിയാം ഈ സൈക്കിൾ അരമണിക്കൂർ പോയിട്ട് 15 മിനിറ്റ് ചവിട്ടൂല. അത് എന്റെ അമ്മയ്ക്ക് അയ്യോ വെള്ളത്തില്ല. ഒച്ചെടുത്ത് പിടിച്ചേനെ വൈറ്റമേന്ന് വീട്ടില്ല, സൈക്കിൾ മേന്ന് വിടാനേ.
അത് ശരി. ഇപ്പൊ അലച്ചിട്ട് വീടും എല്ലാം കൂടി. വെല്ലുവിളി ഞങ്ങളോടോ? ഇവിടെ വേണ്ട, അത് സൈക്കിളിലൊട്ടും വേണ്ട. അണ്ണാ അണ്ണോ വന്നാച്ചേ, ഞങ്ങൾ തിരുമ്പി വന്നാച്ച്. അയ്യോ സൈക്കിൾ കാറ് ഇവിടുത്തെ ഷോപ്പുകളൊക്കെ ഉണ്ട് ഈ കാണുന്നത്. ഡ്രസ്സിൻ്റെ ഷോപ്പുണ്ട്, അതേപോലെ സ്വീറ്റ്സ് ഐറ്റംസ് കംപ്ലീറ്റ്. സ്വീറ്റ്സ് പിന്നെ അതെ ഇവിടെ ഒരുപാട് ലേഡീസ് ഐറ്റംസ് അങ്ങനെയുള്ള ഷോപ്പുകൾ, അങ്ങനെ ഒരുപാട്. ഇതൊക്കെ ഫുൾ ഗെയിം ഐറ്റംസ് ആണ് കേട്ടോ. ഇവിടെ വന്നവർക്ക് അത്യാവശ്യം എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം ഉണ്ട് ഇവിടെ. ഇതിൻ്റെ അകത്തേക്കും ഷോപ്പുകളൊക്കെ ഉണ്ട്, ഒരുപാട് ഷോപ്പുകളുണ്ട്. വേണ്ട അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ യാത്രയൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്കാണ് ഇനി പോകുന്നത്.